SSLC എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇത് നേരെ പഠിച്ചോളൂ, സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. 1 മുതൽ കണ്ടിന്യൂസ് ആയി പോകുന്ന 100 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് ചോദിച്ചാലേ വെരി ഈസിയാണ്. 1 മുതൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയി പോകുന്ന 100 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് ചോദിച്ചാൽ വെരി ഈസിയാണ്. 100 എഴുതുക, അതിന്റെ കൂടെ 1 ആഡ് ചെയ്യുക, ബൈ 2 ചെയ്താൽ മതി. സോ 100ഉം 2ഉം ഡിവൈഡ് ചെയ്യാൻ പറ്റും 50. ആൻസർ 50 ഇൻറ്റു 50 ഇൻറ്റു 101 ആയിരിക്കും ആൻസർ. എത്ര കിട്ടിയത്? എത്രയാണ്? 5050 ആണോ? 5050 ആയിരിക്കും ആൻസർ. വെരി സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യന്റെ പ്രത്യേകത ഇതാണ്. ഇതിലെ ഓരോ ടേമിനെയും കണ്ടോ, ഒന്നാമത്തെ ടേമിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ, രണ്ടാമത്തെ ടേമിനെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, മൂന്നാമത്തെ ടേമിനെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ലാസ്റ്റ് ടേമിനെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു എന്ന് പറഞ്ഞ ഈ ആൻസറിനെ ജസ്റ്റ് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? ആൻസറിനെ ജസ്റ്റ് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? മക്കളെ, വെരി സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓരോ ടേമിനെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാല് ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസറിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ആൻസർ എത്ര? 15150. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ 15150 എന്ന് കിട്ടും. സി ക്വസ്റ്റ്യന്റെ ആൻസർ ഇങ്ങനെയാണ് മക്കളെ. സി ക്വസ്റ്റ്യന്റെ ആൻസർ ഇങ്ങനെയാണ് ചെയ്യുക. ഈ 135 എന്നൊക്കെ പറഞ്ഞ എന്ത് നമ്പേഴ്സാ? ഓഡ് നമ്പേഴ്സ് ആണ്. എന്ത് നമ്പേഴ്സ് ആണ്? ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പേഴ്സിന്റെ സമ്മ് കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ് ഓഡ് നമ്പേഴ്സിന്റെ സമ്മ് കാണാനുള്ള ഇക്വേഷൻ? Sn ഈസ് ഈക്വൽ ടു, ഇക്വേഷൻ പഠിക്കണം, Sn ഈസ് ഈക്വൽ ടു n സ്ക്വയർ എന്നതാണ് ഇക്വേഷൻ. സോ ഇവിടെ പ്രശ്നം, പല ആളുകളും എന്നിന്റെ സ്ഥലത്ത് 199 കൊടുക്കാൻ സാധ്യതയുണ്ട് ഇല്ലേ? അങ്ങനെ എന്നിന്റെ സ്ഥലത്ത് 199 കൊടുക്കാൻ പാടില്ല. ഇങ്ങനെയാണ്. ഇതിൽ എത്ര നമ്പർ ഓഫ് ടേംസ് ഉണ്ട് എന്ന് ചോദിച്ചാൽ ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം പറഞ്ഞുതരാം. 10 വരെ എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ട്? 10 വരെ 1 3 5 7 9. 10 വരെ എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ട്? 5. 100 വരെ എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ടാവും? 50 അല്ലേ? 199 വരെ എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ടാവും? 100 അല്ലേ? 199 വരെ എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ടാവും? 100 അല്ലേ? കറക്റ്റ് പകുതി എടുത്താൽ മതി. മനസ്സിലായോ? അല്ലാത്തവർ, ഇതൊന്നും കത്താത്ത ആളുകൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്പർ ഓഫ് ടേംസ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ ഒരു ഇക്വേഷൻ പഠിപ്പിച്ചിരുന്നു. ഞാൻ പഠിപ്പിച്ചിരുന്ന ഇക്വേഷൻ ഏതാണെന്ന് ഓർമ്മ ഉണ്ടോ? നമ്പർ ഓഫ് ടേംസ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പഠിപ്പിച്ചിരുന്ന ഇക്വേഷൻ ഏതാണെന്ന് ഓർമ്മ ഉണ്ടോ? 1 3 എക്സെട്ര പ്ലസ് 199 നമ്പർ ഓഫ് ടേംസ് കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ഏതാണ്? ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1 അല്ലെ? ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1. 198/2 പ്ലസ് 1. 198 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 198നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ എത്രയാണ്? 99. 99 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100. സോ n എന്ന സ്ഥലത്ത് എന്ത് കൊടുത്താൽ മതി? 100. 100ന്റെ സ്ക്വയർ എത്രയെന്ന് ഒന്ന് നോക്കി നോക്കൂ. 100ന്റെ സ്ക്വയർ എത്ര? 100ന്റെ സ്ക്വയർ ഒന്നും ചെയ്യാൻ പോകരുത് കേട്ടോ. ഇവിടെ എത്ര 0 ഉണ്ട് അത്രയും 0 കൂടുതലും ഇട്ടാൽ മതി. ഇവിടെ 2 0ന്റെ സ്ക്വയർ ആകുമ്പോൾ 4 0 ഇട്ടാൽ മതി. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതുകൂടെ ഒന്ന് ചെയ്യട്ടെ. പ്ലീസ് ചെയ്യട്ടെ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ സമ്മ് കാണാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും തന്നു കഴിഞ്ഞാൽ സമ്മ് കാണാനുള്ള ഇക്വേഷൻ എന്താ? ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും തന്നു കഴിഞ്ഞാൽ സമ്മ് കാണാനുള്ള ഇക്വേഷൻ എന്താ? Sn ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ചെയ്താൽ മതി. ഇതിൽ ഏതാ ഫസ്റ്റ് ടേം? 2 അല്ലേ? ലാസ്റ്റ് ടേം ഏതാ? 299. നമ്പർ ഓഫ് ടേംസ് കാണാൻ നിങ്ങൾക്ക് അറിയില്ലേ? ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും. വേഗം ചെയ്ത് നോക്കിയാൽ മതി. ഇത് ചെയ്യുമ്പോൾ ആൻസർ എത്ര കിട്ടുമെന്നറിയോ? 15050 എന്നായിരിക്കും ആൻസർ കിട്ടുക. വേഗം ചെയ്ത് നോക്കൂട്ടോ. 1050 ആയിരിക്കും ആൻസർ കിട്ടുക. ദിസ് ക്വസ്റ്റ്യൻ ഈസ് വെരി ഇമ്പോർട്ടന്റ്.